സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമ്മളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മാസം നമുക്കത് സ്മൂത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയും. അത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ സ്റ്റോറേജ് പ്രശ്നം, ഹാങ് ആവുകയും പല നെറ്റ്വർക്ക് പ്രോബ്ലങ്ങളും അതും ഇതുമെല്ലാം വരുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫോൺ എത്തിച്ചേരും. എത്ര നല്ല ഫോണായിരുന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്റ്റോറേജ് ഫുള്ളാവും. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മളത് ഗാലറിയിലായാലും നമ്മുടെ MX പ്ലെയറിലായിരുന്നാലും എവിടെയായിരുന്നാലും പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് എല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് ഈ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷനിൽ, അത് ഡിഫാൾട്ടായിട്ട് ചില ഫോണിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഫോണിൽ കിട്ടുന്നതാണ്. ഇല്ലാത്തവർക്ക് ഞാൻ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പല ഓപ്ഷനും ഇവിടെ കാണാം കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും. ഡൗൺലോഡ്സ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, ഇമേജസ്, ആഡിയോ, ആപ്സ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിത് സ്റ്റോറേജ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഓരോ ഓപ്ഷനായിട്ട് നമ്മളിത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. അത് നമുക്കറിയാം, നമ്മൾ APK ഫയൽ, നമ്മൾ ഗൂഗിൾ വഴിയുള്ള APK ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ, പ്ലേ സ്റ്റോർ ഇല്ലാത്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണിത്. ഇത് നമുക്കിവിടെ എല്ലാം നമുക്കറിയാൻ സാധിക്കും, ഇതാ കാണാൻ സാധിക്കും. ആ ഫയലുകളെല്ലാം ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മളൊരു ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ലിങ്കാണിത്. ഇത് നമുക്ക് ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതുപോലെ കുറച്ച് ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. അത് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒഴിവാക്കി നമുക്കിതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ബോക്സ് ഇവിടെ ഉണ്ട്. ഇത് ആദ്യം ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാഷിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് 30 ഡേയ്സ്, 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആവുകയുള്ളൂ. അത് എങ്ങനെയാണ് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എന്തായാലും ഇത് നമ്മൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. എല്ലാം ഈ ഫയലുള്ള ഇത് ചിലതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇതുവഴി നമുക്ക് കുറച്ച് സ്റ്റോറേജ് ലാഭിക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നില്ല, കാര്യം എനിക്ക് ആവശ്യമുള്ള ഫയലുകൾ ഇതിലുള്ളതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. രണ്ടാമതായി ഇത് വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. വീഡിയോസിൽ നമുക്ക് വീഡിയോ ഫസ്റ്റ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ ശേഷം വാട്സപ്പ് വീഡിയോകൾ കാണാൻ സാധിക്കും. പല ഓപ്ഷനിലുള്ള വീഡിയോകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതും നമുക്ക് ഈ വീഡിയോ എത്ര MB ആണോ അത് നമുക്ക് ലാഭിക്കാൻ കഴിയും കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്കിവിടെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതും നമുക്ക് ഇതുപോലെ മാർക്ക് കൊടുത്തതിന് ശേഷം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റ്സും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്നും കുറച്ച് സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാവുന്നതാണ്. അടുത്ത ഇമേജസും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അടുത്തത് ആഡിയോ. ഈ ആഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ മാത്രം അതിൽ കൊടുക്കാം. അത് പോയിട്ട് കോൾ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഫോണുകളിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോൾ വിളിക്കുന്ന സമയത്ത് റെക്കോർഡാവും. ആ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഇവിടെ ഇങ്ങനെ ഇതുപോലെ കിടക്കും. നമ്മളത് അറിയത്തില്ല. ഇത് ഒരുപാട് MB ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെ ഫോണിൽ നിന്ന് പോകുന്നതാണ്. കണ്ടോ,
ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇത് കുറവ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ഒന്നുകിൽ ഇതുപോലെ ഫുള്ള് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ആപ്സ്, ഇതാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ആപ്സുകൾ ആദ്യം കാണാൻ സാധിക്കും. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്സുകളാണ്. അതിനുശേഷം സിസ്റ്റം ആപ്സുകൾ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് നമ്മുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ആപ്സുകളാണ്. ഇത് APK ഫയലാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ കിട്ടാത്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ താഴെ കുറച്ച് ഓപ്ഷൻ കാണും കേട്ടോ. ഇതിൽ വലിയ ആപ്സ് ഫസ്റ്റ് കാണും. അത് കഴിഞ്ഞതിന് ശേഷം അൺയൂസ്ഡ് ആപ്സ്, ഇതാണ് പ്രധാനം കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അത് ഉപയോഗിക്കില്ല, അത് വെറുതെ കിടക്കും. പക്ഷെ ഇതിൽ കാണാനില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ്ഡ് ആപ്സുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന്റെ പേരിൽ ഇത് കാണാനില്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തായാലും കാണാതിരിക്കില്ല. ഉപയോഗിക്കാതെ കിടക്കുന്ന ആപ്സുകൾ നമ്മുടെ മെനു ബാറിൽ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ല, നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ അത് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റാവുന്നതാണ്. അതിലും കുറച്ച് സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാം. അതിനുശേഷം നമുക്കിവിടെ ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ സ്റ്റോറേജ് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ ജങ്ക് ഫയലുകൾ, നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് ആവശ്യമില്ലാത്ത, നമ്മൾ ഇരട്ടിച്ച് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള ഫയലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിക്ചറുകൾ, ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ടുകൾ സാധാരണ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോകും. അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യാവുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഇതുപോലെ ഒരുപാട് ഫയലുകൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഇതുപോലെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒറിജിനലും കാണും, ഡ്യൂപ്ലിക്കേറ്റും കാണും. അത് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്തത് നമുക്ക് വളരെ നന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് മാറ്റുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് സ്റ്റോറേജ് ലാഭിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫോണിലെ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഇല്ലാതാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ വാട്സപ്പ്. കാര്യം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരികയും അത് ഒരുപാട് സ്റ്റോറേജ് നമുക്ക് നമ്മുടെ MB തീർക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യണം? വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് മാനേജ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ അയച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിലൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തതിന്റെ പേരിലാണ് നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റാത്തത്. ഇതിൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാൻ കഴിയും. ഇത് നിങ്ങൾ നോക്കുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഏകദേശം സ്റ്റോറേജ് പ്രശ്നവും സോൾവ് ആവുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾ ചെയ്യുക. ഫയൽസ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഇതിൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും നമുക്ക് ആൾ കൊടുത്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ തന്നെ ഇതുപോലെ ഫുള്ളായിട്ട് ഡിലീറ്റ് ആവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 3 GB കൂടുതൽ നമുക്ക് എനിക്കിതിൽ നിന്നും ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റോറേജ് നമുക്ക് ഇതുപോലെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.